ഹായ് ആൻഡ് ഹലോ. ഇന്ന് നവംബറിലെ ഒരു 3rd വീക്കിലെ ഒരു സാറ്റർഡേ ആണ്. സോ ഡിസംബറിലേക്ക് അല്ലെങ്കിൽ ക്രിസ്മസിലേക്ക് ഇനി അറൗണ്ട് 3 to 4 വീക്സ് ഉണ്ട്. വി തോട്ട് ഡിസംബറിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുന്നേ തന്നെ വിൽ ഗെറ്റ് ആർ ഹോം ഡെക്ഡ് അപ്പ് ഫോർ ക്രിസ്മസ് എന്നുള്ളത്. ആ ഫസ്റ്റ് സ്പിരിറ്റ് ഡിസംബറിലേക്ക് പോകുന്നതിന് മുന്നേ തിരിച്ചു കൊണ്ടുവരാം എന്ന് വിചാരിച്ചു. സോ ഇന്ന് ഞങ്ങൾ വീട് ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. 2 റീസൺ കൊണ്ടാണ് ഞാനത് വ്ളോഗ് പോലെ ചെയ്യുന്നത്. നമ്പർ 1, ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഭാവിയിൽ എപ്പോഴെങ്കിലും ഒക്കെ ഇത് തിരിഞ്ഞ് നോക്കണമെങ്കിൽ ഐ ഹാവ് സംതിങ് ടു ലുക്ക് ബാക്ക് ടു. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ഫസ്റ്റ് ക്രിസ്മസ് അവേ ഫ്രം ഫാമിലി ആയിരുന്നു. അത് ചെറിയ രീതിയിൽ ഇവിടെ സെലിബ്രേറ്റ് ചെയ്തു ബാംഗ്ലൂരിൽ. ബട്ട് പ്രോപ്പറായിട്ടൊന്നും റെക്കോർഡ് ചെയ്യാനോ വ്ളോഗ് ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. സോ ദിസ് ടൈം ഈ ഒരു അവസരം അങ്ങ് മുതലാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ദാറ്റ്സ് നമ്പർ 1. നമ്പർ 2, എന്നെ പോലെ തന്നെ അല്ലെങ്കിൽ ക്രിസ്മസ് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ ചുറ്റുമുണ്ടെന്നറിയാം. അവർക്ക് ഈ ഒരു വീഡിയോ എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് ജോയ് കൊണ്ടുവരുമെങ്കിൽ ദർ ഇസ് നത്തിങ് മോർ ദൻ ദാറ്റ്, റൈറ്റ്? സോ ഈ ഒരു 2 റീസൺ കൊണ്ടാണ് ഐ തോട്ട് ഐ ക്വിക്ക്ലി ഇങ്ങനൊരു പെട്ടെന്നൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചത്. നൗ 3 പാർട്ടായിട്ട് നമുക്ക് ഈ ഒരു ഡേ ഡിവൈഡ് ചെയ്യാം കേട്ടോ. നമ്പർ 1 ഇസ് ക്ലീനിങ് ദ ഹൗസ്. പ്രോപ്പറായിട്ട് നമ്മൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യും, പക്ഷെ അതിന് മുന്നേ ഒന്ന് വൃത്തിക്ക് ഇരുന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നതാണല്ലോ ഒരു സമാധാനം. സോ അത് കാരണം അതൊന്ന് ചെയ്യും. നമ്പർ 2 ഇസ് ഇത്രയും നാളെന്ന് പറയാനൊന്നും പറ്റില്ല, കഴിഞ്ഞ വർഷം മുതൽ കളക്ട് ചെയ്ത സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ബെഡിൻ്റെ അടിയിൽ നിന്ന് പുറത്തെടുക്കുക ആൻഡ് ക്വിക്ക് ഒരു റിഫ്രഷ്. സോ ദാറ്റ് നമ്മൾ കുറേ അധികം സാധനങ്ങൾ വാങ്ങിച്ച് കൂട്ടി വീടിന് അലങ്കോലമാക്കില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്നുകൂടെ റിഫ്രഷ് ചെയ്യും. നമ്പർ 3 is my favorite part or our favorite part, which is decorating our home for Christmas. So ഇതാണ് ഇന്നത്തെ ഒരു അജണ്ട. So let's get started. So number 1, we'll clean our home. ഞങ്ങളുടെ വീട്ടിലുണ്ടല്ലോ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. രാവിലെ കിച്ചൺ വർക്ക് ചെയ്യുന്നതിനൊരു പ്ലേലിസ്റ്റ്, വർക്ക് കഴിഞ്ഞ് വെറുതെ ഇരിക്കാൻ നേരത്തൊരു പ്ലേലിസ്റ്റ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇത്രയും സ്പെഷ്യൽ ഒരു ഡേ ആയതുകൊണ്ട് നല്ലൊരു ക്രിസ്മസ് ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് വെച്ചിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ പരിപാടി തുടങ്ങിയത്. പിന്നെ ക്ലീൻ ചെയ്യാൻ എനിക്ക് ഇച്ചിരി അധികം ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഞാൻ തന്നെയാണ് ക്ലീനിങ് എന്നുള്ളൊരു ടാസ്ക് ലീഡ് ചെയ്തത്. വലിയ ഡീപ്പ് ക്ലീനിങ് ഒന്നുമില്ല, വീക്കെൻഡ്സൊക്കെ നോർമൽ ക്ലീൻ ആക്കുന്ന പോലെ ഒരു ക്വിക്ക് ക്ലീനപ്പ്. അങ്ങനെ തിരക്കേടില്ലാണ്ട് ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം വീടിനെ ഒന്ന് പെട്ടെന്നൊന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വാട്ടർ ബോയിൽ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഇച്ചിരി ലെമണും ഇച്ചിരി സിനമണും ഇച്ചിരി ഗ്രാമ്പൊക്കെ കൂടിയിട്ട് ഒന്ന് തിളപ്പിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ബാക്കിയുള്ള പരിപാടികൾ അച്ചച്ചനും ചെയ്തു. And out of nowhere, just as if ഒരു blessing പോലെ, when I looked outside of the window, നല്ല ഒരു മഴ പെയ്യുന്നതും കണ്ടു. ആൻഡ് അന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങൾക്കും എവിടെ നിന്നില്ലാണ്ട് ഉള്ളൊരു മോട്ടിവേഷനായിരുന്നു ഈ ഒരു ചെറിയ വലിയ വ്യൂ. അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിലെ ഈ പാട്ടൊക്കെ കേട്ട് വീടൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം we were slowly moving into our next step. Okay, I don't know if you can relate to this, പക്ഷേ എനിക്കുണ്ടല്ലോ ഈ ഡ്രസ്സ്, ഫാഷൻ ആക്സസറീസ് ഇതിനെക്കാട്ടിലൊക്കെ ഉപരി ജീവിതത്തിൽ ഇഷ്ടമുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന് ഫുഡ്, രണ്ടാമത്തത് ഇത്തരം ഡെക്കർ ഐറ്റംസ്. And funnily enough, watching these videos back, I feel like, or maybe I look like a kid excited about her toys. Except this time, it's just me super excited about my Christmas decor.
അങ്ങനെ ഡെക്കർ ഐറ്റംസിൻ്റെ കണ്ടീഷനും അതിൽ ഓരോ ഡെക്കർ ഐറ്റംസിലും അറ്റാച്ച് ചെയ്തേക്കുന്ന മെമ്മറീസൊക്കെ ഇങ്ങനെ അയവർത്തോണ്ടിരിക്കുന്ന സമയത്താണ് ഐ തോട്ട് അബൌട്ട് സംതിങ് ആൻഡ് ഐ തിങ്ക് ഐ എം ഇൻക്ലൂഡിങ് ദാറ്റ് ഇൻ ദിസ് വീഡിയോ. എനിക്കിത് ഭയങ്കര കോമഡി ആയിട്ട് തോന്നുന്നുണ്ട്. ബട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭാവിയിലത്തെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി നമ്മൾ കളക്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ഇങ്ങനെ ഉണ്ടെങ്കിൽ നല്ല ഭാവിയിൽ എപ്പോഴെങ്കിലും പിന്നീട് റെഫറൻസ് ചെയ്യാൻ ഉപയോഗിക്കാമെന്ന് വിചാരിക്കുന്നു. ഒരു ഓർമ്മയ്ക്ക് ഇതിവിടെ കിടക്കട്ടെ. സോ ഞങ്ങളുടെ കയ്യിലുള്ള കുറച്ച് ഐറ്റംസ് എനിക്ക് കാണിക്കണമെന്നൊരാഗ്രഹം. സോ ഞാൻ കാണിക്കാം. ഞാനിതിനെ ഒരു കുറച്ച് കാര്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ വർഷമാണ്, ഞാൻ പറഞ്ഞില്ല, ആദ്യമായിട്ട് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തത്. ഫാമിലിയിൽ നിന്ന് മാറി നിന്ന് സെലിബ്രേറ്റ് ചെയ്തത് കഴിഞ്ഞ വർഷമായിരുന്നു ആദ്യമായിട്ട് ചെയ്തത്. സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പുറത്ത് കഴിഞ്ഞ വർഷം കുറേ സാധനങ്ങളല്ല, ബട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിരുന്നു. സോ അതാണ് ഫസ്റ്റ് കാറ്റഗറി. അങ്ങനത്തെ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ദിസ് ഇസ് എ വെരി ബ്യൂട്ടിഫുൾ റീത്ത്. പിന്നെ അല്ലാണ്ട് ചെറിയ ഡെക്കർ ഐറ്റംസ് ഇങ്ങനത്തെ ഉണ്ടല്ലോ. ക്രിസ്മസ് ലാൻറ്റേൺസ് ഉണ്ട്, ക്രിസ്മസ് ബോസ് ഉണ്ട്, ക്രിസ്മസ് ട്രീസ് ഉണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വർഷം വാങ്ങിച്ചതാണ്. ദെൻ സ്മോൾ പൈൻ കോൺസ്, പിന്നെ ചെറി, ക്രിസ്മസ് ലീവ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇതിന് ഒരു നല്ല പേരൊക്കെ ഉണ്ട്, എനിക്കതൊന്നും അറിയത്തില്ല. പക്ഷെ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അതിലുള്ളത്. പിന്നെ അതല്ലാണ്ട് കഴിഞ്ഞ വർഷം വാങ്ങിച്ചത് ക്രിസ്മസ് ലിനൻസ്. ടേബിൾ റണ്ണേഴ്സ് എനിക്കിഷ്ടമാണ്. സോ ടേബിൾ റണ്ണേഴ്സ് ഉണ്ട്, നമ്മുടെ കുഷൻ കവേഴ്സ് ഉണ്ട്, പിന്നെന്താ ചെറിയ ചെറിയ ലൈറ്റ്സ്, പിന്നെ ഒരു വെരി ബ്യൂട്ടിഫുൾ ടേബിൾ മാറ്റ്. ഇത് ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ നിന്ന് വാങ്ങിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിച്ചത്. സോ ഇങ്ങനത്തെ ചെറിയ സാധനങ്ങളുള്ളൂ. ആൻഡ് ഈ വർഷം ഞാനൊരു കാര്യം തീരുമാനിച്ചത് അൺലെസ് ആൻഡ് അൺടിൽ ഇതൊക്കെ ചീത്തയാവുകയെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ വേറെ പുതിയ സാധനങ്ങൾ വാങ്ങിക്കുകയുള്ളൂ. അത് ഞാൻ ഉറപ്പിച്ചൊരു കാര്യമാണ്. എല്ലാ വർഷവും പുതിയ പുതിയ സാധനങ്ങൾ വാങ്ങിക്കാണ്ട് മെമ്മറി ആയിട്ട് സാധനങ്ങൾ കളക്ട് ചെയ്യണം എന്ന് വിചാരിച്ചു. അൺലെസ് ആൻഡ് അൺടിൽ ഐ ലൈക്ക് ഐറ്റം കുറേ എനിക്ക് ഇഷ്ടപ്പെടുന്നു എന്നല്ലാണ്ട് ഐ വുഡൻറ്റ് ബൈ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഉള്ള കുറച്ച് ഡെക്കേഴ്സ് ഒക്കെയാണ് കഴിഞ്ഞ വർഷത്തെ ഇതിൽ നിന്നുള്ളത്. സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് ഞങ്ങൾ ട്രാവൽ ചെയ്തപ്പം കളക്ട് ചെയ്ത കുറച്ച് ഐറ്റംസ് ആണ്. സോ ഈ വർഷം ഞങ്ങൾ യൂറോപ്പിൽ പോയപ്പം ക്രിസ്മസ് ടൈമിലല്ല പോയത്, ബട്ട് അവിടെ കുറച്ച് മാർക്കറ്റ്സ് അല്ലെങ്കിൽ വില്ലേജസ് ഉണ്ട്. ലൈക്ക് എല്ലാ ഇയർ ലോങ് അവരൊരു ക്രിസ്മസ് വൈബിലായിരിക്കും. ബി ദർ സ്റ്റോർസ് അല്ലെങ്കിൽ അവരുടെ സ്ട്രീറ്റ്സ് ആയിക്കോട്ടെ. അങ്ങനെ ഒരു 2 മേജർ ടൗണിൽ പോകാൻ പറ്റി, ക്രിസ്മസ് ടൗൺ. ഒന്ന് ഫ്രാൻസിലെ കോൾമാർ ആൻഡ് പിന്നെ ജർമ്മനിയിലെ റോട്ടൻബർഗ് എന്ന് പറഞ്ഞൊരു ഏരിയ. ഇവിടെ 2 സ്വർഗ്ഗമാണ് അത് ഫോർ ക്രിസ്മസ് ലവേഴ്സ്. അങ്ങനെ പോയപ്പം ഞങ്ങൾ കളക്ട് ചെയ്ത കുറച്ച് ഓർണമെൻറ്റ്സ് ആണ്, കുറേ ഒന്നുമില്ല കേട്ടോ, നമുക്ക് പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ഓർണമെൻറ്റ്സ് വാങ്ങിച്ചിരുന്നു. സോ അങ്ങനെ കുറച്ച് ഹാങ്ങിങ്സ് ഉണ്ട്, അല്ലാണ്ട് ഒരു ക്യൂട്ട് കുഞ്ഞൊരു സ്നോ മാൻ ഉണ്ട്, പിന്നെ എഗെയിൻ കുഞ്ഞ് ക്രിസ്മസ് ഫാദർ ഉണ്ട്. ദെൻ ഒരു ചെറുതായിട്ടുള്ള ഒരു എഗെയിൻ ആൻ ഓർണമെന്റ്. ഐ എം വെരി എക്സൈറ്റഡ് ഫോർ ദിസ്. നമുക്ക് ഇങ്ങനെ നമ്മുടെ ഫോട്ടോസ് ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഈ ഒരു ലിസ്റ്റിലുണ്ട്. അതല്ലാണ്ട് തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഇഷ്ടമുണ്ട് എന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി അവരെവിടെയെങ്കിലുമൊക്കെ പോയി വരുമ്പം അവരിങ്ങനത്തെ ഓരോ സാധനങ്ങൾ കൊണ്ടുവരും. അങ്ങനെ അച്ഛൻ്റെ ഫ്രണ്ട്സ് അബ്ദുൽ ചേട്ടൻ അനഘ ചേച്ചി കൊണ്ടുവന്നതാണ് ഈ ഒരു ചെറിയൊരു ഏഞ്ചലിനെ. പിന്നെ അവർ ജർമ്മനി പോയപ്പോൾ തന്നെ കളക്ട് ചെയ്താണതും. പിന്നെ എനിക്ക് ഹാൻഡ് റിട്ടൺ ലെറ്റേഴ്സ് ഇഷ്ടമുള്ളത് കൊണ്ട് അവർ പോയി വന്നപ്പം ദേ ബോട്ട് മീ ഇങ്ങനൊരു ചെറിയൊരു ലെറ്റർ ബോക്സ് പോലെ. ഇതൊക്കെ ഭയങ്കര തോട്ട്ഫുൾ ഗിഫ്റ്റ്സ് ആണ്. ഐ എം വെരി മച്ച് ഗ്രേറ്റ്ഫുൾ ഫോർ ദം ഫോർ എവർ. ആൻഡ് ഇതൊക്കെ കാണുമ്പം അവരെ നമ്മൾ ഓർക്കും. സോ ദാറ്റ്സ് വെരി സ്പെഷ്യൽ. ആൻഡ് എനിക്ക് തോന്നുന്നു ക്രിസ്മസ് ഓർണമെൻറ്റ്സിന് അതായിരിക്കണം ഒരു ഒരു ഫീലിംഗ്. എവറി ക്രിസ്മസ് ഓർണമെന്റ് ഷുഡ് ഹാവ് എ ഫീലിംഗ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. ക്രിസ്മസ് എന്നുള്ള ഇതിലുപരി അതിനെല്ലാത്തിനൊരു കോർ ഫീലിംഗ് അല്ലെങ്കിൽ ഒരു മെമ്മറി അസോസിയേറ്റ് ചെയ്തിരിക്കണം എന്ന് എനിക്കൊരു തോന്നൽ. അങ്ങനെ ഐ ഡോണ്ട് നോ. പിന്നെ കംസ് ആർ ക്രിസ്മസ് ട്രീ. ഞങ്ങൾക്കൊരു വലിയ ക്രിസ്മസ് ട്രീ ഇല്ല, ഇറ്റ്സ് എ വെരി സ്മോൾ ക്രിസ്മസ് ട്രീ. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ക്രിസ്മസ് ട്രീ ആണ്. കഴിഞ്ഞ വർഷമായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ക്രിസ്മസ് അവേ ഫ്രം ഹോം. സോ ആൻഡ് അന്ന് ഞങ്ങൾ വാങ്ങിച്ചൊരു ക്രിസ്മസ് ട്രീ ആണ്. ഈ വർഷം ഞങ്ങളിത്
അപ്ഗ്രേഡ് ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. സിൻസ് ദിസ് വാസ് എ ഫസ്റ്റ് ക്രിസ്മസ് ട്രീ, ചെറുതാണെങ്കിൽ കൂടിയും ഈ വർഷവും ഇതായിരിക്കും ഞങ്ങളുടെ ഫോർ ക്രിസ്മസ് ട്രീ. സോ യാ, അങ്ങനെ. സോ ഇത്രയും കാര്യങ്ങളാണ് ഇത്തവണ ഞാൻ എൻ്റെ ക്രിസ്മസ് ഡെക്കറായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സോ നൗ ലെറ്റ്സ് സീ ഇത് നമുക്ക് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് ഡെക്കപ്പ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, ഈ വീഡിയോ ഒക്കെ ഉണ്ടല്ലോ, തിരിച്ചു കാണുമ്പം ഐ കൈൻഡ് ഓഫ് നോ ഹൗ എക്സൈറ്റഡ് ഐ വാസ് ടു ഡെക്കറേറ്റ് മൈ ഹോം ഫോർ ക്രിസ്മസ്. സോ ലെറ്റ്സ് മൂവ് ഇൻ ടു ദ നെക്സ്റ്റ് സ്റ്റേജ്, ഡെക്കറേറ്റിംഗ് our home for Christmas. കുഞ്ഞിലെ ഉണ്ടല്ലോ, ഐ നെവർ ഹാഡ് എ വെരി ഗ്രാൻഡ് ക്രിസ്മസ് സെലിബ്രേഷൻ. ക്രിസ്മസ് എന്ന് പറയുമ്പം ഇറ്റ് വാസ് മോസ്റ്റ്ലി അബൌട്ട് കാരൽസ്, ക്രിസ്മസിൻ്റെ രാവിലെയുള്ള സൺഡേ മാസ്, അതിലാണ് എനിക്ക് ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത്. പക്ഷേ നൗ തിങ്കിങ് ബാക്ക്, അപ്പ അമ്മ ഓൾവേസ് മെയ്ഡ് ഷുവർ ദാറ്റ് ചെറിയൊരു ക്രിസ്മസ് ട്രീ വിത്ത് ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഡെക്കറേഷൻസ്, ചെറിയൊരു പുൽക്കോട്, അതിൻ്റെ ഉള്ളിലൊരു ഉണ്ണിയേശു, മേ ബി ഇത്തരം കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിലെ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചത് കൊണ്ടോ, അങ്ങനൊരു ഫീൽ, ഒരു ക്രിസ്മസിൻ്റെ സ്പിരിറ്റ് തന്നതുകൊണ്ടോ ആയിരിക്കും ഞാൻ ഇത്രയും വളർന്നു വന്നിട്ട് പോലും ആ ഒരു സ്പിരിറ്റിന് ഒരു കോട്ടവും തട്ടാണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. While I'm grateful for Appa and Amma, I'm also grateful for this human. ഇങ്ങനെ ഓരോ ചെറുതും വലുതുമായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് കൂടെ നിൽക്കുന്നത് is not a small feat. അങ്ങനെ പതിയെ പതിയായിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് we kind of slowly decked our home for Christmas. നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടല്ലോ, ഞങ്ങളുടെ ക്രിസ്മസ് ഇസ് നോട്ട് അബൌട്ട് ദ മോസ്റ്റ് പെർഫെക്റ്റ് ഡെക്കോർ ഓർ ദ മോസ്റ്റ് ഗ്രാൻഡ് സെലിബ്രേഷൻസ്. ഞങ്ങളുടെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് മിനിമലായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഏറ്റവും ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡെക്കറേഷനായിരുന്നു ഇത്തവണത്തേത്. ബട്ട് ഡു യു നോ, ഇതൊക്കെ ചെയ്ത് കഴിയുമ്പം യു ഫീൽ ആസ് ഇഫ് യു ഹാവ് കോൺക്വേർഡ് ദ ഹോൾ വൈഡ് വേൾഡ്. യു ഫീൽ ആസ് ഇഫ് യു ഹാവ് ഹീൽഡ് യുവർ ഹാർട്ട്, ആൻഡ് ടുവേർഡ്സ് ദി എൻഡ് യു ഫീൽ ആസ് ഇഫ് ദിസ് ഇസ് ദ ഹോൾ പോയിന്റ് ഓഫ് ലൈഫ്. അങ്ങനെ പതിയെ പതിയെ we started bringing it all together. കുറേ കഥയായതുപോലെ. സോ മേ ബി ഐ ലെറ്റ് യു എൻജോയ് ദിസ് അറ്റ് യുവർ പേസ്. അങ്ങനെ ഫൈനലി ഏറ്റവും ചെറുതും എന്നാൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ അറേഞ്ച് ചെയ്യാനുള്ളൊരു സമയമായി. പക്ഷേ ഈ ഒരു ടൈമിലുണ്ടല്ലോ, ഐ വാസ് തിങ്കിങ്, ഓർ മേ ബി ഐ വാസ് ആക്ച്വലി മിസ്സിങ് മൈ ഫാമിലി ബാക്ക് ഹോം. പാലക്കാടായിക്കോട്ടെ, ബീറ്റ് മഞ്ഞുമലായിക്കോട്ടെ, ഈ ഒരു സമയമൊക്കെ ആകുമ്പം വി യൂസ് ടു കം ടുഗെദർ, വി യൂസ് ടു open up our Christmas tree, ornaments ഒക്കെ ഇടിപ്പിച്ചിട്ട്. So it was a whole family thing back then. While Christmas അടുക്കാറാകുമ്പോഴത്തേക്ക് we can go back and celebrate with them, we were just missing out on these early moments that we would have probably spent with our family back home. But on a positive note, I was just thinking
ഹൗ ലക്കി ആർ വി, നമുക്കിഷ്ടമുള്ളപ്പം ഇഷ്ടമുള്ള രീതിയിൽ വി ക്യാൻ സെലിബ്രേറ്റ് ക്രിസ്മസ്, ദാറ്റ് ടു with a group of people who actually share the warmth of Christmas. So, ഇതിലുപരി what do we need? So, this is a very minimal Christmas decor for this year. ഈ വീഡിയോ ഉണ്ടല്ലോ was just a way to spread this cheer for Christmas. പക്ഷേ if you've enjoyed any part of it, you're free and always welcome to be part of the small family. So thanks a lot, and tell me, how do you celebrate your Christmas?